ഹായ് ഫ്രണ്ട്സ്. രണ്ട് ചോദ്യം. ഒന്ന്, നിലവിൽ MLA ആയ ഒരാൾ എന്തിനാണ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്? അതിന് പുതിയ ഒരാളെ വെച്ചാൽ പോരെ? അതുപോലെ രണ്ടാമത്തെ ചോദ്യം, സ്കൂളുകളിൽ എന്തിനാണ് വർഷം യൂണിഫോം ചേഞ്ച് ചെയ്യുന്നത്? അതായത് യൂണിഫോമിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് അതെന്തിനാണ്? ഈ പഴയ യൂണിഫോം തന്നെ നിലനിർത്തിയാൽ പോരെ? അങ്ങനെയാണെങ്കിൽ ആ യൂണിഫോം മറ്റുള്ള കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റില്ലേ? ഇത് രണ്ടും പൊതുജനത്തിന് നഷ്ടമുണ്ടാക്കുന്നൊരു വിഷയമാണ്, അല്ലേ? ഇപ്പോൾ ഒരു യൂണിഫോമിന് നമ്മളൊക്കെ സ്കൂളിൽ 900-1000 രൂപ കൊടുക്കണം. ഇത് കൊടുക്കാൻ പറ്റാത്തവരുണ്ടാവും. ചിലപ്പോൾ ഇതേ യൂണിഫോം ആണെങ്കിൽ പഴയ പുസ്തകം ഉപയോഗിക്കും പോലെ മറ്റുള്ള കുട്ടികൾക്കും ഇല്ലാത്തവർക്കും ഉപയോഗിക്കാൻ പറ്റില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അതുപോലെ ഈ MLA അല്ലെങ്കിൽ ഒരു മന്ത്രിയായി നിൽക്കെ ഒരു പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് മത്സരിപ്പിക്കേണ്ടതുണ്ടോ? അതിന് പുതിയ ആളുകളെ നിയമിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ അവസരങ്ങൾ കൂടുകയല്ലേ? ഉള്ള MLA MP സ്ഥാനത്തേക്ക് മത്സരിച്ച് അഥവാ അവിടെ ജയിച്ചു പോയാൽ വീണ്ടും ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടേ? അപ്പോൾ എത്ര കാശാണ് പൊതുജനത്തിന്, അതായത് സർക്കാരിന് നഷ്ടപ്പെടുന്നത്? അപ്പോൾ എന്തിനാണ് ഇത് നിർത്തിക്കൂടെ എന്നാണ്, ഇത് ഒഴിവാക്കിക്കൂടെ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരേ യൂണിഫോം തന്നെ പോരെ സ്കൂളുകളിൽ? ഈ വർഷം ഇട്ട അതേ യൂണിഫോം തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും, ഇല്ലേ? ഇല്ലാത്തവന് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ യൂണിഫോമിന് 1000 രൂപ ഉണ്ടാക്കാൻ പറ്റാത്തവരുണ്ടാവും, അവർക്ക് കൊടുക്കാമല്ലോ. അതുപോലെ ഒരു MLA ആ MP സ്ഥാനത്തേക്ക് മത്സരിക്കാതിരുന്നാൽ അവിടെ പുതിയൊരാൾക്ക് മത്സരിക്കാമല്ലോ. അങ്ങനെ പുതിയൊരവസരം ലഭിക്കില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ.